എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് അക്ഷർധാം മന്ദിറിലേക്കാണ്. അതിനാൽ നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് മെട്രോ വഴി പോകാനായിട്ടാണ്. ഈ മെട്രോ സ്റ്റേഷൻ്റെ പേരാണ് വിനോബാപുരി. ഈ മെട്രോയുടെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോകുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ ഓർക്കുന്നതേ അണ്ടർഗ്രൗണ്ടോ, അത് നോക്കിയാൽ ഇത്രയും പോകണം. നിങ്ങൾ ഇത്രയോ ഒന്നുമല്ല, ഇനിയും കിടക്കുന്ന ഇത് കണ്ടോണേ. നമ്മൾ ഈ മേളിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇനി ഇത്ര തന്നെ രണ്ടരട്ടി ഇനി താഴോട്ട് പോകാനായിട്ടുണ്ട്. കണ്ടോ, ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ട് ചെല്ലുന്നതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ചെക്കിങ് കഴിഞ്ഞാണ് നമുക്ക് അകത്ത് കയറേണ്ടത്. നമുക്ക് അതൊക്കെ മുന്നോട്ട് നീങ്ങാം. ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ ചെക്കിങ് ചെയ്യുന്ന സ്ഥലം. ഈ കാണുന്ന മെഷീൻ ഉണ്ടല്ലോ, നിങ്ങൾ ഓർക്കും ATM മെഷീൻ ആയിരിക്കുന്നു. എങ്കിലല്ല, ഇതിൽ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറാനായിട്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഗൂഗിൾ പേ വഴിയോ ക്യാഷ് വഴിയോ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഞാൻ പൈസ കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കി, പക്ഷേ മെഷീൻ്റെ അകത്ത് ചില്ലറയില്ലാഞ്ഞ കാരണം എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. ഞാൻ അകത്ത് കയറി വന്നു. അവിടുന്ന് 20 രൂപയാണെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ്. ഈ ടിക്കറ്റ് ഇവിടെ ഒരു സെൻസറുണ്ട്. അത് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അകത്തേക്ക് പോകാനുള്ള ഒരു ആരോ വരും. വന്നു. നമുക്കിനിയും പതുക്കെ അകത്ത് കയറാം. ഈ സ്റ്റെപ്പോടെ നമ്മൾ താഴോട്ടിറങ്ങി ചെല്ലുന്നതാണ് മെട്രോ വരുന്ന പ്ലാറ്റ്ഫോം. ഏകദേശം 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യണമെന്നാണ് ആ ബോർഡിൽ കാണുന്നത്. നമുക്ക് താഴോട്ട് നടക്കാം. നമ്മളെപ്പോലെ തന്നെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റുണ്ട്. അതുവഴി പതുക്കെ താഴോട്ടിറങ്ങാവുന്നതാണ്. നമുക്ക് പതുക്കെ നമ്മുടെ സൈഡിലോട്ട് മാറി നിൽക്കാം. നമുക്ക് പോകാനുള്ള മെട്രോ വന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അകത്തെ കാഴ്ചകൾ എടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മെട്രോയുടെ ഡോറ് ശ്രദ്ധിച്ചോണേ. ഈ മെട്രോയുടെ ഡോറ് തുറക്കുന്നതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ ഡോറും തുറക്കും. അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പതുക്കെ ഭൂമിയുടെ ലെവലിലോട്ട് വന്നിരിക്കുകയാണ്. എന്തൊരു നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ പാലത്തിന് താഴെ കൂടെ പോകുന്ന നദിയുടെ പേരാണ് യമുന നദി. 2023 ഡൽഹി വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറയുന്ന നദിയാണിത്. സാധാരണ ഇവിടെ വെള്ളം കാണാറില്ല. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അപ്പുറം ഒരു ഡാമുണ്ട്. അവിടുന്ന് ഓവർഫ്ലോ ആയിട്ട് വെള്ളം വന്നാൽ മാത്രമേ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകത്തുള്ളൂ. സൈഡുകളിലൊക്കെ ആളുകൾ താമസിക്കുന്ന കുടിൽ കെട്ടി. ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന ഈ ഹൈവേ ഉണ്ടല്ലോ, അതിന് സൈഡിലായിട്ടായിരിക്കും ഇവർ കുടിൽ കെട്ടി താമസിക്കുന്നത്. ഈ കാണുന്ന ബിൽഡിങ് 2010 കോമൺവെൽത്ത് സമയത്ത് പണികഴിപ്പിച്ചതാണ്. ഇത് കൃഷിസ്ഥലമാണ്. ഇവിടുത്തെ ആളുകൾ കണ്ടോ കുടിൽ കെട്ടി താമസിക്കുന്നത്. നമ്മളൊക്കെ സ്വർഗത്തിലാണ് താമസിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും. ആ കാണുന്ന ഇതാണ് അക്ഷർധാം മന്ദിർ. നമുക്ക് അവിടേക്കാണ് എത്തിച്ചേരേണ്ടത്. നോക്കിയേ, എന്ത് ഭംഗിയായിട്ട് അവർ നിലക്ക് ഒരുക്കിയിട്ടേക്കെന്ന് നോക്കിയേ. അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. തിങ്കളാഴ്ച ദിവസം അക്ഷർധാം മന്ദിർ അവധിയായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ദിവസം രാവിലെ 10:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് അവിടെ എൻട്രി പാസ് ലഭിക്കുക. നമ്മളിനി അടുത്ത മെട്രോ സ്റ്റേഷൻ്റെ പേരാണ് മയൂർ വിഹാർ ഫേസ് 1. അവിടെ നിന്ന് വേണം നമുക്ക് മെട്രോ ചേഞ്ച് ചെയ്ത് അക്ഷർധാമിലേക്കുള്ള മെട്രോ പോകാനായിട്ട്. ഇത് കഴിഞ്ഞാൽ അടുത്ത മെട്രോ സ്റ്റേഷനാണ് അക്ഷർധാം മന്ദിർ മെട്രോ സ്റ്റേഷൻ. ഇവിടേക്കാണ് ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങി വരേണ്ടത്. മെട്രോ സ്റ്റേഷനകത്ത് തന്നെ
ഭക്ഷണവും വെള്ളവും എല്ലാം ലഭിക്കുന്നതാണ്. നമുക്ക് ഇനി റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. സ്റ്റെപ്പ് ഇറങ്ങി ഭക്ഷണവും വെള്ളവും കുടിക്കാനൊക്കെ ഓരോരുത്തർ കടകളിൽ വെയിറ്റ് ചെയ്യുന്നു. നമ്മളെപ്പോലെ തന്നെ ആളുകൾ മുന്നോട്ട് നീങ്ങുന്നു. ഇതാണ് നമുക്ക് പോകേണ്ട മെട്രോ. നമുക്ക് താഴോട്ടിറങ്ങി ഇനി വീണ്ടും മേളിലോട്ട് കയറേണ്ടതുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ദൂരെ വരുന്ന മെട്രോ ഉണ്ടോ, അവിടെയാണ് നമ്മൾ വന്നത്. അവിടുന്ന് ഇവിടം വരെയാണ് നമ്മൾ നടന്നു വന്നത്. ഏകദേശം 2-3 മിനിറ്റ് എടുക്കും അവിടുന്ന് ഇവിടം വരെ നടന്നെത്താനായിട്ട്. നമുക്ക് പോകാനുള്ള മെട്രോ വന്നു. ഈ മെട്രോ ദ്വാരകയ്ക്കുള്ള മെട്രോയാണ്. നമുക്ക് അടുത്ത സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നോക്കിയേ, ബിൽഡിങ് പോലെ. ഇത് പൊതുവെ അറിയപ്പെടുന്ന ഈസ്റ്റ് ഡൽഹി എന്നാണ്. ഇതിന് ബാക്ക് സൈഡിൽ നിന്ന് നല്ല ഒരു വ്യൂ കിട്ടുമെന്ന് പറഞ്ഞു. അതിന് പ്രകാരമാണ് നമ്മൾ പുറകിലോട്ട് വന്നത്. നോക്കിയേ, ഇതാണ് അക്ഷർധാം മന്ദിർ. ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. എൻ്റെ പൊന്നത്തെ താഴോട്ട് നോക്കിയേ, ആളുകൾ നിൽക്കുന്നുണ്ടോ? ഈ കാണുന്ന പാർക്കിംഗ് മെട്രോയുടേതാണ്. അക്ഷർധാം മന്ദിറിലേക്ക് പോകുന്നവർ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകാവുന്നതാണ്. നമ്മളെപ്പോലെ തന്നെ ആളുകൾ ഫോട്ടോ എടുക്കുന്നു. നമുക്ക് പതുക്കെ ഇനി താഴോട്ട് പോകാം. അങ്ങനെ നമ്മൾ മെട്രോയുടെ ബേസ്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയുമുണ്ട് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുള്ള സൗകര്യം. നമുക്കങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാം. ഇവിടെ വാതുക്കളായിട്ട് കുഴിച്ചൊക്കെ ഇട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നു റോഡിൻ്റെ പണിയാന്ന് തോന്നുന്നു. നമ്മൾ ആ മെട്രോ വെച്ച് കണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെയൊക്കെ ബാക്കി ഭാഗമാണെന്നാണ് തോന്നുന്നത്. ഏകദേശം 6-7 മാസം കൊണ്ട് ഇത് പണി പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മുന്നോട്ട് നടക്കാം. ഈ ചേട്ടൻ നമ്മളോട് സൈക്കിൾ റിക്ഷയിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാന വണ്ടിയാണ് സൈക്കിൾ റിക്ഷ. നമുക്ക് മറ്റൊരു ദിവസം അതിൽ യാത്ര ചെയ്യാം. നമുക്ക് പതുക്കെ സൈഡിൽ കൂടെ നടന്ന് മുന്നോട്ട് നീങ്ങാം. നല്ല തിരക്കുണ്ട്. ഇവിടെ എന്തോ വഴക്ക് നടക്കുകയാണ്. കാർ ഡ്രൈവറും അതിലെ പാസഞ്ചറും തമ്മിൽ എന്തോ വാക്കുതർക്കമാണ്. ഡൽഹിയിൽ ഇത് സാധാരണമാണ്. നമുക്കങ്ങനെ പതുക്കെ മുന്നോട്ട് നടക്കാം. നോക്കിയേ, എൻ്റെ പൊന്നെ, അവിടെ വന്നേക്കുന്ന ആളുകളുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പം തന്നെ ആലോചിച്ചോണം, ഇതും വേണ്ട ആളുകൾ ദിവസേന വന്ന് പോകുന്നുണ്ടെന്ന്. ഈ വണ്ടികളെല്ലാം അകത്തോട്ട് പോകാനായിട്ടുള്ളതാണ്. ഇതാണ് സെക്യൂരിറ്റി ബാഗേജ് ചെക്ക്. അതായത് എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നമുക്ക് പതുക്കെ മുന്നോട്ട് നീങ്ങാം. നമ്മുടെ ഈ ബാഗൊന്നും ഇല്ലാഞ്ഞ കാരണം മുന്നോട്ട് നടക്കുകയാണ്. ഇതാണ് വണ്ടികൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള പാസ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ പാസ് എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. എൻ്റെ പൊന്നോ, നോക്കിയേ, ഇത്ര ആളുകൾ ഇനിയും കയറാനായിട്ടുള്ളതാണ്. ഏകദേശം 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ നടന്നും നിന്നും വിഷമിച്ച് താഴെ ഇരിക്കുന്നു.
ഇവിടെയാണ് നമ്മുടെ ബാഗും മൊബൈൽ ഫോണും സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് മൊബൈൽ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനുശേഷം അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ മൊബൈൽ സബ്മിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് അകത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ സാധിക്കില്ല. മൊബൈൽ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ പോയിട്ട് വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നീട് പറയാം. ഇത് കണ്ടോ, ഇതാണ് രാത്രിയിലെ അക്ഷരധാം മന്ദിറിലെ കാഴ്ച. എന്ത് മനോഹരമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. നന്നായിരുന്നു. ഏകദേശം 3/4 മണിക്കൂർ അകത്ത് ക്യൂ നിന്നിട്ടാണ് എൻട്രി പാസ് കിട്ടിയത്. ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ അകത്ത് കയറ്റി വിടുന്നില്ല. ബാഗും കാര്യങ്ങളെല്ലാം അവർ ലോക്കർ വെച്ചിട്ട് ഒരു ടോക്കൺ തരും. അത് നമ്മൾ ഇറങ്ങാൻ നേരം ആ ടോക്കൺ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബാഗ് എല്ലാം തിരിച്ച് കിട്ടും. സ്വർണം, പൈസ, കാര്യങ്ങളെല്ലാം നമുക്ക് അകത്ത് കൊണ്ടുപോകാം. ഏകദേശം 3-3.5 മണിക്കൂർ ഞാൻ അകത്ത് സ്പെൻഡ് ചെയ്തു. നന്നായിരുന്നു. എല്ലാ പ്രോഗ്രാമും നന്നായിരുന്നു. ഒരു പീസ്ഫുൾ പ്ലേസാണ്. ഡൽഹിയിൽ വരുന്നവർ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അക്ഷർധാം മന്ദിർ. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ടുള്ള സമയം നമ്മൾ. കാരണം വൈകുന്നേരം ഇവിടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ്. ഫോറിനേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ സൺഡേയും കൂടെ ആയ കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായിരുന്നു. മലയാളികൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.